ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ജോയിൻ ദ ഫാമിലി മൊത്തമുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കന്യാകുമാരിയിലെ നല്ലൊരു സായാഹ്നത്തിന് ശേഷം ജോക്കുട്ടനുമായി സൂര്യോദയം കാണുന്നതിനായി ഇറങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നതിനാൽ ഉദയം നേരെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കാർമേഘങ്ങളാൽ നിറഞ്ഞ കന്യാകുമാരിയുടെ മറ്റൊരു മുഖം അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കന്യാകുമാരിയിൽ നിന്നും അപ്രതീക്ഷിതമായി പോയ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്തായാണ് ചിതറാൽ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പേരുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണിത്. ഏകദേശം 9-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന ജൈനക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നമ്മൾ പോകുന്ന വഴികളും അവിടുത്തെ പൂന്തോട്ടങ്ങളുമെല്ലാം നല്ല മനോഹരമാക്കിയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നല്ല കുത്തനെയുള്ള കയറ്റമായതിനാൽ ജോക്കുട്ടനും ഇടയ്ക്കൊന്ന് ക്ഷീണിക്കുകയുണ്ടായി. എന്നിരുന്നാലും ആശാൻ മാക്സിമം നടന്നു തന്നെ പടികൾ കയറി. അങ്ങനെ നടന്ന് മുകളിലെത്തിയ ശേഷം കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ ജോക്കുട്ടനുമായി ഒരു യാത്ര. പാറക്കെട്ടുകൾക്കിടയിലായി അവിടെയായി കാണപ്പെടുന്ന ജലാശയങ്ങൾ വളരെ മനോഹരമായിരുന്നു കാണാനായി. നമ്മുടെ ജോക്കുട്ടൻ ആ വെള്ളത്തിൽ എന്തുണ്ടെന്നറിയാനായിരുന്നു കൂടുതൽ കൗതുകം. അതുകൊണ്ട് തന്നെ ആശാൻ ചെറിയ കല്ലുകളും കമ്പുകളും എല്ലാം ആ വെള്ളത്തിലേക്ക് എടുത്തിടാൻ തുടങ്ങി. അവിടെ നിന്നും നേരെ ക്ഷേത്രത്തിൻ്റെ അകക്കാഴ്ചകൾ കാണുന്നതിനായി പോയി. പാറയിടുക്കുകളായതുകൊണ്ട് ജോക്കുട്ടനും വളരെ സൂക്ഷിച്ചാണ് അതിനുള്ളിലേക്ക് കയറിയത്. പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ഇടതുവശത്തായി ഒരു കൽമണ്ഡപം കാണാം. അവിടെയെല്ലാം പല സ്ഥലങ്ങളിലായി പാറയിൽ കൊത്തിയ ശില്പങ്ങളും ഉണ്ടായിരുന്നു. വളരെ ശാന്തമായ എന്നാൽ പാറകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു സ്ഥലം. ആ സ്ഥലത്ത് അവിടിവിടായി ജലാശയങ്ങളുമുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ക്ഷേത്രത്തിന്റെ പഴക്കം നമുക്കും മനസ്സിലാക്കാൻ കഴിയും. പഴയകാല ലിപികളിൽ എന്തെല്ലാമോ പാറയിലെല്ലാം കൊത്തിവച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ചെറു കാഴ്ചകളും മനോഹര ശില്പങ്ങളുമെല്ലാം കണ്ട ശേഷം കുറച്ചുകൂടി മുകളിലേക്ക് ജോക്കുട്ടനൊപ്പം പോയി. സത്യം പറഞ്ഞാൽ മുകളിൽ എത്തുമ്പോഴേക്കും ഇത്രയും മനോഹാരിത നിറഞ്ഞൊരു കാഴ്ച ഞങ്ങൾക്കായി കാത്തിരിപ്പുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കൈയെത്തും ദൂരത്ത് മേഘങ്ങൾ വന്ന് നിൽക്കുന്നത് പോലെ. അപ്രതീക്ഷിതമായി എത്തിപ്പെട്ടതാണെങ്കിലും ഈ പ്രദേശവും കാഴ്ചകളുമെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. അതുകൊണ്ട് തന്നെ ഉറപ്പായും പറയാം, നമ്മുടെ കന്യാകുമാരി യാത്രയിൽ ഉറപ്പായും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ചിതറാൽ ജൈനക്ഷേത്രം. അപ്പോൾ കാഴ്ചകളൊന്നും അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ചെറു കാഴ്ചകളും ചെറു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ
ബൈ ബൈ.